കോട്ടയം വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ഗുരുതര വീഴ്ച. തലയ്ക്ക് പരിക്കേറ്റ 11 വയസ്സുകാരന്റെ തലയിൽ തുന്നലിട്ടത് മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ. വൈകിട്ട് 4:30 സംഭവം. ചെമ്പ് സ്വദേശി എസ് ദേവതീർത്ഥനെയാണ് മൊബൈൽ ഫോൺ വെളിച്ചത്തിൽ തുന്നലിട്ടത്. വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പനുണ്ട്. മിഥുൻ, എന്താണ് സംഭവിച്ചത്? ഇന്ന് വൈകിട്ട് 4:30 വൈക്കം താലൂക്ക് ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. തലയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് ചെമ്പ് സ്വദേശി എസ് ദേവതീർത്ഥിനെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഡോക്ടർ തുന്നലിടണമെന്ന്, ഈ തലക്കേറ്റ മുറിവ് തുന്നലിടണമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. അറ്റൻഡർക്കൊപ്പം തുന്നലിടുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ വെളിച്ചമുണ്ടായിരുന്നില്ല, വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ഈ ഇരുട്ടിൽ തുന്നലിടാൻ ശ്രമിക്കുകയായിരുന്നു. ഈ നമ്മളിപ്പോൾ കാണിക്കുന്ന ദൃശ്യങ്ങളിലടക്കം ഈ കുട്ടിയുടെ കൂടെയുള്ളവരും കുട്ടിയും ചോദിക്കുന്നുണ്ട്, വെളിച്ചമില്ലാത്തത് എന്താണ്, ലൈറ്റ് ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈദ്യുതി ഇല്ല, ജനറേറ്റർ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ജനറേറ്ററിന് ഡീസലിന് ചെലവ് കൂടുതലാണ് എന്നാണ് അറ്റൻഡർ നൽകുന്ന മറുപടി. ഒരു വിചിത്രമായ ഒരു മറുപടി തന്നെയാണ് ഇത് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഇത്തരത്തിൽ സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന ഒന്നാണ് താലൂക്ക് ആശുപത്രികൾ, സർക്കാർ താലൂക്ക് ആശുപത്രികൾ. അവിടെയാണ് വൈദ്യുതി ഇല്ലാത്തതിന്റെ പേരിൽ ഇരുട്ടത്ത് അരണ്ട വെളിച്ചത്തിൽ സ്റ്റിച്ചിടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ആരോഗ്യരംഗത്ത് കേരളം 1ാം സ്ഥാനത്താണെന്നും മികച്ച നിലയിലാണെന്നുമെല്ലാം അവകാശവാദങ്ങളും പരസ്യ പ്രചാരണങ്ങളും എല്ലാം നടത്തുന്നതാണ് സംസ്ഥാന സർക്കാർ. അപ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള വീഴ്ചകൾ തുടർച്ചയായി ഉണ്ടാകുന്നത്. വൈക്കം താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മിഥുൻ അയ്യപ്പനാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.